അപ്പോൾ ഇത് ശരിക്കും ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ യഹൂദന് വെളിപ്പെടുത്തി കൊടുത്തു. അത് യഹൂദൻ രേഖപ്പെടുത്തി ലോക ജനതയ്ക്ക് അവരുടെ ഭാഷകളിലേക്ക് നൽകി. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പം സാറിനെ സംബന്ധിച്ച് സാറിന് എന്നാ വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനൊരു ഊഹിച്ചേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ സാർ തന്നെ അത് പറയണം. സാറിൻ്റെ വിവരങ്ങൾ, എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് സാറ് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിരിക്കും വെളിപ്പെടുത്തുക. അപ്പോൾ അതാണ് ദൈവം യഹൂദന് കൊടുത്തത്. ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി, അത് യഹൂദൻ രേഖപ്പെടുത്തി ലോക ജനതയ്ക്ക് നൽകിയല്ലേ? അത് യഹൂദന്റെ പ്രത്യേകത. ഇനി അവന്റെ പ്രത്യേകതയിൽ ഏറ്റവും വലുത്, നമ്മൾ ഉൽപ്പത്തി 12 ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്തോ അനുഗ്രഹം യേശുക്രിസ്തുവിനെ ഇവരാ നമുക്ക് നൽകിയ. ഞാൻ വിചാരിച്ച ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കുന്നത്. അത് വേറെ ഒരു ഭാഗം. നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവരിലൂടെ അനുഭവിക്കുന്നു. എന്തിനു പറയുന്നു, നമ്മൾ തിന്നുന്ന ഗുളികയും നമ്മൾ ഉപയോഗിക്കുന്ന ഫോണും ഈ മൊബൈൽ ഫോണും നമ്മുടെ പോളിയോ വാക്സിനും എന്ന് വേണ്ട മനുഷ്യനെ അനുഭവിക്കുന്ന നന്മകളൊക്കെ ഇവരിലൂടെ കിട്ടി. അത് ഭൗമിക നന്മകളാണ്. അതിനെക്കാട്ടിലുപരി ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് ദാനം ചെയ്ത ഇവരാ. അത് പറയുന്നുണ്ട് ബൈബിളിൽ. നമ്മൾ റോമലേഖനം തന്നെ 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമ്മൾ ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്റെ വിശേഷതകൾ പറയുമ്പോൾ റോമർ 9:5 പൗലോസോട് രേഖപ്പെടുത്തിയ ഒരു ഭാഗം. ഇതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത അന്ന് മുതൽ ഞാൻ ഈ വിശുദ്ധ ബൈബിൾ മേടിച്ച് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാർ. സ്തോത്രം. അത് വാസ്തവത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. എനിക്ക് ആ ഭാഗം ഒന്ന് പറയാമോ? ഒന്ന് വായിക്കണം. 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 9:5 റോമർ 9:5. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും യഹൂദന്മാർക്കുള്ളത്, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. അടുത്ത ഭാഗം, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. കണ്ടോ? ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. കണ്ടോ? ഒരു വാക്യം കൂടെ വായിച്ചു. യെശയ്യാ 9 പഴയ നിയമത്തിൽ 9:6. അവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദനാണ് ദൈവപുത്രനെ നൽകിയത്. അവനാണ് ലോകത്തിൽ അവനെ ഈ ലോകത്തിൽ 9:6 നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവിടെ യാതൊരു തർക്കവുമില്ലല്ലോ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടു. നമുക്കെന്നുള്ള ബഹുവചനമാണ്. ഒരാൾ ജന്മം കൊടുത്തതല്ല. ആ രാഷ്ട്രം ലോകത്തിന് പ്രദാനം ചെയ്തു. നമുക്കൊരു ശിശു നൽകപ്പെട്ടു. അല്ലാതെ മറിയയ്ക്കും യോസേഫിനും മാത്രമായിട്ട് കൊടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് നമുക്കൊന്ന് പറയാനൊക്കില്ല. അവരിൽ നിന്നല്ലോ. അതാണ് പൗലോസ് 9:5 പറഞ്ഞത്. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഈ ലോകത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ ഏകസത്യ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചത് അവരാണ്. ദൈവവചനം ലോകത്തിന് പ്രദാനം ചെയ്തത് യഹൂദനാണ്. യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ ദൈവം ഒരുക്കിയെടുത്ത ഒരു രാഷ്ട്രമാണ് ഇവരെ. രക്ഷ യഹൂദനിൽ നിന്നാണ്. നമ്മൾ വീണ്ടും വെളിപ്പാട് ദിവസം 12 എടുക്കണ്ട. അവിടെ വായിക്കുന്നുണ്ട്, സകല ലോകത്തെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് അവൾ ജന്മം കൊടുത്തു. അതും ഇതൊരു പരാമർശം. ഇസ്രായേൽ രാഷ്ട്രത്തിൽ കൂടി അവർ വന്നു. അവൻ വന്നു എന്നുള്ളതാണ്. സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. 12-ാം അധ്യായം. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ആ സ്ത്രീ എന്ന് പറയുന്നത് യഹൂദ രാഷ്ട്രമാണ്. ആ രാഷ്ട്രം കൊടുത്തു. വീണ്ടും നമ്മൾ ഓർക്കണം, ഇവരിലൂടെയാണ് രക്ഷ നമുക്ക് ദാനമായി നൽകിയത്. നമ്മൾ യോഹന്നാൻ 4:22 യേശുക്രിസ്തു ശമര്യക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ വേണേ ഒന്ന് എടുത്തു. ശമരിയ സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിക്കുകയാണ്, വേറെ ആരുമല്ല. അവിടെ 4:22 കർത്താവ് പറയുന്ന വാക്ക് നോക്കി. ശമരിയാസ്ത്രീയുമായിട്ടുള്ള സംസാരത്തിൽ കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ് അതല്ലേ? 4:22. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അടുത്തത്, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. കണ്ടോ? ശമരിയാസ്ത്രീ യേശുക്രിസ്തുവിനോട് പറയുക അല്ലേ? അവിടെ വായിക്കുന്നു, നിങ്ങൾ കർത്താവരോട് അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കും. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ഇത് കർത്താവ് പറയുന്നത്. അതെ, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അവിടെ നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നു, ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തത് ഇവരിലൂടെയാണ്.
അതായത് യേശുക്രിസ്തുവിനെ നൽകി. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 12:3 അപ്പോൾ ഈ ജാതി ഒരു പ്രത്യേക ജനമല്ലേ? തീർച്ചയായിട്ടും. അവരെ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് യഹൂദൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇസ്രായേലിൻ്റെ സമാധാനത്തിന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ അതെവിടെയാ? ഞാൻ പലപ്പോഴും അറിയാതെ പ്രാർത്ഥിച്ചു. ഈ അവർ ശത്രുക്കളാൽ വളയപ്പെട്ട് അവരെ ഇന്ന് ഉപദ്രവിക്കുമ്പോൾ, അവരെ കൊന്നൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ന് അവർ ചെയ്യുന്ന യുദ്ധങ്ങൾ നമ്മൾ നീതീകരിക്കുകയല്ല, പക്ഷേ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദെയർ എക്സിസ്റ്റൻസ്. അവരെ തുടച്ചു കളയാനാണ് തീരുമാനമെടുത്ത് ഇവരിതൊക്കെ ചെയ്യുന്നത്. അവരുടെ എക്സിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. ആ എക്സിസ്റ്റൻസിന് വേണ്ടിയാണ് ഇന്ന് അവർ ഈ നഖശികാന്തം, ഈ പൂച്ചയെ നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാൽ, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പൂച്ചയെ അങ്ങനെ തല്ലിക്കൊല്ലല്ലേ, പൂച്ചയെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാൽ, നമ്മളൊരു മുറി അടച്ചിട്ട് പൂച്ചയെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാൽ പൂച്ച എന്തോ ചെയ്യുമെന്നറിയോ? പുലിയുടെ കൂട്ട് വൈൽഡാവും. അവന് മനസ്സിലായി അവനെ കൊല്ലാൻ പോവാം. അവൻ പിന്നെ കടിച്ച് നമ്മളെ, അവനെ പുലിയുടെ കൂട്ട് വന്ന് നമ്മളെ കടിച്ച് മാന്തി കീറി നമ്മളെ ആക്രമിക്കും. നമ്മൾ ഇത് ഇപ്പോൾ ഈ യഹൂദൻ ചെയ്യുന്നതാണ്. അവൻ്റെ ചുറ്റും കിടന്ന് 2 ലക്ഷം റോക്കറ്റാണ്, 2 ലക്ഷം ഹെസ്ബുള്ളയുടെ അവിടെ നിന്ന് ലെബനോനിൽ നിന്ന് ഇങ്ങോട്ട് നിരത്തി വെച്ച് ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി എതിരെ വെച്ചിരിക്കുക റോക്കറ്റ് 2 ലക്ഷം. ഈ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി അവരെ ആക്രമിച്ച ശേഷം ഈ 2 ഭാഗത്തുനിന്നും വന്നവരുടെ വീണത് 19,000 റോക്കറ്റുകളാണ്. 19,000. അപ്പം ഈ പൂച്ച ജീവന് വേണ്ടി പോരാടുന്ന പോലെയുള്ളൊരു പോരാട്ടമാണ് ഇന്ന് നമുക്ക് കാണുമ്പോൾ. ഒരുപാട് അനീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മളെ ചിലപ്പോൾ വേദനിപ്പിക്കും. ലോകമനുഷ്യനത് കാണുമ്പോൾ വേദനാജനകമായിട്ട് തോന്നും, നമുക്കിവിടെ മനസ്സിലും വേദനാജനകമായിട്ട് തോന്നും. പക്ഷെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ദം എ ക്വസ്റ്റ്യൻ ഓഫ് എക്സിസ്റ്റൻസ്. അവരെത്ര കേരളത്തിൻ്റെ പകുതി പോലും വലിപ്പമില്ലാത്ത ആ കൊച്ചു രാജ്യം അവിടെ എക്സിസ്റ്റ് ചെയ്തോട്ടെ, അവരവിടെ ജീവിച്ചോട്ടെ എന്നൊരു തീരുമാനം എടുത്താൽ തന്നെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റൂല്ലേ? ഒരിക്കലും ഇവരാക്രമിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ സാറ് താമസിക്കുന്ന വീട്ടിൽ സാറിൻ്റെ 20 സെൻറ്റ് സ്ഥലവും വീടും അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സാർ ഇവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, സാറിനെ കൊന്നു കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു സമാധാനക്കേടിൻ്റെ സിദ്ധാന്തമാണ്? ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവരാരെയെങ്കിലും കയറി ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അവരുടെ പോളിസി അല്ല. അവരുടെ പോളിസി അല്ല. അവരെ ആക്രമിക്കുമ്പോഴാണ് അവർ കയറി എല്ലാ യുദ്ധങ്ങളും നോക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ പല മാധ്യമങ്ങളും മൂടി വയ്ക്കുന്ന ഒരു വിലയേറിയ സത്യമാണിത്. യഹൂദൻ അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ലേ, അദ്ദേഹം പല പ്രാവശ്യം ലോക മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. UNOയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആരെയും ആക്രമിക്കാറില്ല, ആരെയും എതിരെ അതിക്രമം ഞങ്ങൾ നടത്താറില്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, രാഷ്ട്രമായി നിലനിന്ന് പോകാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഏതോ ഒരു സമയത്ത് ചെയ്ത വലിയൊരു പ്രസ്താവന, ഈ യഹൂദന്മാരായിരിക്കുന്ന ഞങ്ങൾ മാരകായുധങ്ങൾ അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾ താഴെ വെച്ചാൽ ആ നിമിഷം ഭൂഗോളത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റപ്പെടും. എന്നാൽ അറബികൾ ഈ പറഞ്ഞ യുദ്ധോപകരണങ്ങൾ താഴെ വെച്ചാൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ സമാധാനം വരികയും ചെയ്യും. അത് വളരെ സത്യമായൊരു കാര്യമാണ്. ഇപ്പോൾ സാറ് വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പ്രസ്താവന പ്രത്യേകിച്ചും ഓർത്തു പോവുകയാണ്. അത് നമ്മൾ ഓർക്കണം. ഇന്ന് ഇവരോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും PLO, ഹെസ്ബുള്ള, ഹമാസ്, ഇറാൻ, ഇവരുടെയൊക്കെ ലക്ഷ്യം ഇസ്രായേലിനെ പരാജയപ്പെടുത്താന്നുള്ളതല്ല, ഭൂമുഖത്തൊന്നും മാറ്റുക, എലിമിനേഷൻ ഓഫ് ഇസ്രായേൽ. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന, അവരെ ഭൂമിയിൽ ഇല്ലാതാക്കണം, അതാണ് ലക്ഷ്യം. ഓക്കെ, അതിനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് എടുക്കാം. അതിന് ലോകരാജ്യങ്ങളും, ഈവൻ ഞാൻ പറയട്ടെ, അമേരിക്ക ഇപ്പം കപ്പലും കൊണ്ടൊക്കെ വന്നില്ലേ, പക്ഷേ അമേരിക്കയാണ് ഇപ്പോൾ ഇവരെ ഈ ആക്രമിക്കുന്നതിൻ്റെ കാരണം. ഈ ഇറാന് ആരായി പൈസ കൊടുത്ത്? ഇറാൻ ചക്ര ശ്വാസം വലിച്ചപ്പോൾ ഒബാമയാ പൈസ എല്ലാം കൂടെ കൊടുത്ത് $150 ബില്യൺ കൊടുത്ത്, എന്നിട്ട് സാങ്ഷനിൽ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. വളരെയധികം സഹായിച്ചു. ആ പണം എല്ലാം കൂടെ കൊടുത്ത് ഈ ഭീകരവാദികൾക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇത് സാധാരണ ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. യാഥാർത്ഥ്യമാണ്. അത് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. പിന്നെ ട്രംപ് വന്നപ്പോഴാണ് ഇതെല്ലാം നിർത്തിച്ചത്. വീണ്ടും 4 വർഷം കഴിഞ്ഞ് വീണ്ടും ഡെമോക്രാറ്റ്സ് വന്നു, വീണ്ടും വയൽ ലിഫ്റ്റ് ചെയ്ത് വീണ്ടും ഇത് കൊടുക്കാൻ തുടങ്ങി. അത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവരെ കയറി ആക്രമിക്കാൻ തുടങ്ങിയത്. എന്തോ ഒരു ഭയങ്കരമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്
നമ്മൾ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ പച്ചയായിരിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും നിഷ്പക്ഷമായിരിക്കുന്ന ഒരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് ഒരു നല്ല ഭാഗമുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, അമേരിക്കയിലെ ബൈബിള് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് കൂടുതലും റിപ്പബ്ലിക്കൻസ്. ഓക്കെ. ഡെമോക്രാറ്റ്സ് കുറേ ലിബറൽസാണ്. ഈ ഒബാമയും ഇവരെല്ലാം അവരാണ് ഇത് ലിഫ്റ്റ് ചെയ്ത് കൊടുത്ത് ഇവർക്ക് പണമൊക്കെ കൊടുത്ത്. ഇവർ റിപ്പബ്ലിക്കൻസ് ബൈബിൾ ബിലീവ് ചെയ്യുന്നവരാ. ഇവർ ജയിക്കുന്നതിൻ്റെ കാരണവും വേദവസ്വം വിശ്വസിക്കുന്നവരുടെ വോട്ടാണ്. അമേരിക്കയിൽ ഒരു ഏരിയ ഉണ്ട്, ബൈബിൾ ബിലീവിങ് ബെൽറ്റ് എന്നാണ് പറയുന്നത്. ഈ ബൈബിള് വിശ്വസിക്കുന്നത് കൊണ്ട് യഹൂദനൊരു പ്രത്യേക ജനമാണെന്നും അവർ മടങ്ങി വന്നിരിക്കുന്ന ദൈവിക കരമാണെന്നും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അവർ ഇസ്രായേലിന് വേണ്ടി നിൽക്കുന്നു. അവർ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവര് ഭരണത്തിൽ വന്നാൽ, ഇപ്പം ഇന്ന് നാളെ അല്ലയോ, നാളെ അമേരിക്കൻ ഇലക്ഷൻ. അതെ, നാളെ അറിയാം. വളരെ വീറോടുകൂടിയുള്ള മത്സരമാണ്. നാളെ അറിയാം. റിപ്പബ്ലിക്കൻസ് വന്നാൽ യഹൂദന് നന്മയ്ക്കായിട്ട് തീരും. ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം എന്നുള്ള. ഇപ്പം അവർ വന്നില്ലെങ്കിലും, റിപ്പബ്ലിക്കൻസ് വന്നില്ലെങ്കിലും, നമ്മളിപ്പോൾ സാറിപ്പോൾ എന്നെ വായിച്ച് കേൾപ്പിച്ച ഈ വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയില്ലെങ്കിലും ജീവനുള്ള ദൈവം, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം ഇസ്രായേലിന് വേണ്ടി നിൽക്കുകയല്ലേ? ദൈവം അത് പിന്നീടുള്ള ഞാൻ കുറച്ച് സംശയങ്ങൾ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുമുണ്ട്. അത് ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിൻ്റെ മറുപടി ഞാൻ തരാം. പക്ഷെങ്കിൽ പ്രാരംഭമായി ഞാൻ ഇത് ചോദിച്ചത് കൊണ്ടൊന്ന് പറയാം. ദൈവം എടുത്ത് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട. ഓ, അത് ശരി. നീ പേടിക്കണ്ട. ദൈവത്തിൻ്റെ വാക്തത്വം ഉണ്ടല്ലേ? വാക്തത്വം, അതായത് ദൈവം പറയുന്ന വാക്ക് നമുക്ക് യെശയ്യാവ് 46:10. യെശയ്യാ പ്രവചനം 47, ഞാനൊന്ന് വായിച്ചോട്ടെ. 46:10. 46 യെശയ്യാ പ്രവചനം 10-ാം വാക്യം. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ദൈവമായി ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഞാൻ കിടക്കുന്ന ഒരു റാഞ്ചൽ പക്ഷിയെ, അവിടെ എൻ്റെ ആലോചന നിവർത്തിക്കപ്പെടും ദൈവം പറയുക. ഇനി നമുക്ക് സങ്കീർത്തനം 33 കൂടെ നോക്കി. 33-ാം സങ്കീർത്തനം. 33-ാം സങ്കീർത്തനം അതിൻ്റെ 10-11 വാക്യം. 33-ാം സങ്കീർത്തനം 10-11. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചു ആനന്ദിപ്പിൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഉല്ലസിപ്പിൻ. 11-ാം വാക്യം. 11-ാം വാക്യമാണ് 33-ന്റെ 10-11. സോറി, 30-ാം അധ്യായം ഞാൻ വായിച്ചത്. 33-ാം അധ്യായത്തിൻ്റെ 10-11. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. യഹോവ രാഷ്ട്രങ്ങളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. നോക്കുക, രാഷ്ട്രങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു കളയാൻ ചിന്തിക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെ അമേരിക്കയൊക്കെയാണ് ഈ പണം കൊടുത്ത് ഇവന്മാരെയെല്ലാം ഇവരുടെ ശത്രുക്കളെ ശക്തിപ്പെടുത്തിയത്. ഈ ഒബാമ അഡ്മിനിസ്ട്രേഷനും ഈ ഡെമോക്രാറ്റ്സുമാണ്. ആ സമയത്ത് നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ ആലോചന, അതിനാണ് ബൈബിള് നോക്കേണ്ടത്. യഹൂദനുള്ള ബന്ധത്തിൽ ഇനി 41-ാം അധ്യായം എടുത്ത യെശയ്യാവ് 41. അവിടെ 3 പ്രാവശ്യം ദൈവം യഹൂദനോട് എടുത്ത് പറയുന്നുണ്ട്. 15 വരെ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഇസ്രായേലിനോട് ശത്രുക്കളുടെ അക്രമം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. അഭിസംബോധനൊക്കെ വളരെ കൃത്യമല്ലേ? കണ്ടോ? അതെ. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട. 3 പ്രാവശ്യമാണ് 15-ാം വാക്യം വരെ പറയുന്നത്. അതെ. അവന്റെ ശത്രുക്കളുള്ള ബന്ധത്തിലാണ് പറയേണ്ടത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ ബ്രദറെ, അത് ഒന്ന് നോട്ട് ചെയ്തോണേ. നിന്നെ ഞാൻ സഹായിക്കും. യഹൂദൻ എന്താണിന്ന് ജയിക്കുന്നത്? ദൈവത്തിന്റെ സഹായം. ദൈവം പറയുന്നുണ്ട്, അതാ ബൈബിള് പറയുന്നത്, നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കും. 3 പ്രാവശ്യമാണ് പറയുന്നത്. ഈ ഭാഗത്ത് 3 പ്രാവശ്യം.
അപ്പം ശത്രുക്കളുടെ നടുക്ക് ജീവിക്കുന്ന ഇവരെ നിഗ്രഹിച്ചു കളയുവാൻ, തുടച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ആ ബ്രദർ വായിച്ചില്ലേ, എന്തൊരു ഇമ്പമായ വായിക്കുന്നത്. അതെ, ആ അഭിസംബോധനകളൊക്കെ, അബ്രഹാമിൻ്റെ സന്തതിയെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. ഇത് വാസ്തവത്തിൽ നമ്മൾ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ദൈവം ഇതുപോലെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരു രാഷ്ട്ര നേതാവ് ചരിത്രത്തിലില്ല, ചരിത്രത്തിൽ ഉണ്ടാകുകയുമില്ല. അതുകൊണ്ട് അമേരിക്കയല്ല, ലോകത്തിലെ ഏത് രാജ്യം യഹൂദനെതിരെ, ഇസ്രായേലിനെതിരെ നീങ്ങിയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തം, ശാശ്വതമായ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. കാരണം അത് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഇസ്രായേലെ ഞാൻ നിന്നെ സഹായിക്കും. അവിടെ നമുക്കൊരു വലിയ വെല്ലുവിളിയുണ്ട്. ക്രൈസ്തവ സ്നേഹിതർക്ക്, വിശ്വാസികൾക്ക് ലോകം എതിരായാലും ഏതെല്ലാം ശത്രുക്കൾ വന്നു കഴിഞ്ഞാലും, പൗലോസ്ലീഹായുടെ ഒരു വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവത്തിൻ്റെ ആനുകൂല്യത്തിൽ ജീവിക്കാനുള്ളായിരിക്കുന്ന അഭിമാനമാണ് ഓരോ ക്രൈസ്തവ സ്നേഹിതർക്കും ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തെ ആദരിക്കുക, ദൈവത്തെ ആരാധിക്കുക. ദൈവം ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചു. ഈ യഹൂദനെ ഇവിടെ നമ്മൾ 37-ാം അധ്യായത്തിൽ വായിച്ചു, ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു പോയി. അതെ, അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് വായിച്ചാൽ അവർ ഹോപ്പ് ഈസ് ലോസ്റ്റ്. ഓക്കെ, ദർ ഇസ് നോ ഹോപ്പ്. മടങ്ങി വരാൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രവാചകനോ ഒരു യഹൂദനോ പറയാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ദേശം അവർക്ക് നഷ്ടപ്പെട്ടിട്ട് 12,000 വർഷമാകുക. ഇപ്പം അതുപോലെ നശിച്ച് കിടക്കുക. ശത്രു അവിടെ വസിക്കുക. അവർക്കെതിരായിട്ടുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ അവിടെ ഭരണം നടത്തുന്നു. അവിടെ അവരെങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കുന്നു? ഇവർക്കാണെങ്കിൽ അന്യോന്യം ബന്ധവുമില്ല, അവർക്ക് ഭാഷകളൊന്നുമില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ വൈജ്ഞാന കോശങ്ങളിൽ ഒരെണ്ണമാണ് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ. അതിൽ 1911 പ്രസിദ്ധീകരിച്ച ആ എൻസൈക്ലോപീഡിയയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇനിയും ഒരു എബ്രായ ഭാഷ പുനർജീവിപ്പിക്കപ്പെടുകയോ അവരൊരു ദേശമായി തീരുകയോ ചെയ്യുന്നത് സാധ്യമല്ല എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 1911 എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അങ്ങനെ പ്രവചിച്ചല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് തെറ്റിപ്പോയില്ലേ? അത് തെറ്റിപ്പോയെന്ന് വെച്ചാൽ ഏതാണ്ട് 37 വർഷം കഴിഞ്ഞപ്പോൾ അവരൊരു രാജ്യമായി. ഇനി അതിലും ഒന്നുകൂടെ കടന്നു പറയാം. യഹോവ സാക്ഷികളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ദൈവം സത്യവാൻ. ഇത് 46 പ്രസിദ്ധീകരിച്ചു, 1946. അതിനകത്ത് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇസ്രയേൽ ഒരു രാജ്യമായി തീരുക എന്ന് പറയുന്നത് മിഥ്യയാണ്, നടക്കില്ല. ഞാൻ ആ ബുക്ക് കണ്ടിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ നോക്കിയിട്ട് ഈ ബുക്ക് കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ ഒരു പേജിൻ്റെ കോപ്പി ഞാൻ എടുത്ത് വെച്ചു. കാരണം ഇസ്രയേൽ രാജ്യമാകത്തില്ലെന്ന് അവർ പറഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ രാജ്യമായി. ഇന്ന് അവർ ഈ പുസ്തകം പ്രിന്റ് ചെയ്യത്തുമില്ല, ഇതിൻ്റെ കാര്യം പറയത്തുമില്ല. അപ്പോൾ യഹൂദന് അവൻ്റെ ആശയില്ല. വൈജ്ഞാനകോശമായ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയിൽ രാജ്യം വരത്തില്ല. യഹോവ സാക്ഷികൾ പ്രിന്റ് ചെയ്ത് വെച്ചു, അവൻ രാജ്യമാകത്തില്ല. ക്രിസ്ത്യാനികളോട് ചോദിക്കുക, അവർ പറയും ഇനി യഹൂദൻ രാജ്യമാകും, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. അതുകൊണ്ടാണ് അവൻ റീപ്ലേസ്മെന്റ് തിയോളജി കൊണ്ടുവന്നത്. അതായത് വേദശാസ്ത്രമാണ്. ആ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോമിസസ് യഹൂദനുണ്ട്. ആ പ്രോമിസസ് ഇനി എന്തോ ചെയ്യും, അത് ആത്മിക ഇസ്രയേലായ സഭയിലാണ് നിവർത്തിക്കപ്പെടുന്നത്. ശരി, അതിനാണ് റീപ്ലേസ്മെന്റ് തിയോളജി. അതിന്റെ ഫലമാണ് ഇസ്രയേലിന് ദൈവം കൊടുത്തത് ഭൗമിക നന്മകളാണ്, ആത്മിക നന്മകളല്ല. എന്നാൽ ബൈബിളിൽ തീർത്ത് പറയുന്നു, സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നന്മകൾ ഭൗമിക നന്മയല്ല, ആത്മീയ നന്മകളാണ്. നമ്മൾ ഈ വിധത്തിൽ പൗലോസ് പറയുന്നത് കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപാട് 1 അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. അപ്പം ഈ രാജ്യത്തിൻ്റെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് കുരിശും സഹിഷ്ണുതയുമാണ്, കഷ്ടസഹിക്കുക. എന്നാൽ ഇന്ന് പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വന്നിട്ടുണ്ട്. അത് ബൈബിൾ പഠിപ്പിക്കാത്ത സത്യമാണ്. അത് വന്നിരിക്കുന്നത് ഇതിവിടെ നിന്ന് ഇസ്രയേലിന് കൊടുത്ത നന്മകളൊക്കെ നമുക്കുള്ളതാണെന്ന് അവർ അവകാശപ്പെട്ട്, ഇത് ഇസ്രയേലും സഭയും രണ്ടാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് ശരി. ഇസ്രയേലിന് ഭൗമിക നന്മകൾ കൊടുത്തു, ദൈവസഭയ്ക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും
ഈ ഇസ്രായേലിന് കൊടുത്തതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം നിവർത്തിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവസഭയ്ക്ക് കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപപരിഹാരം വരുത്തി അത് വിശ്വസിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ജനത്തിന് ആത്മീക നന്മകൾ ദൈവം കൊടുത്തു. അത് ആത്മീക നന്മയിൽ അവർ തൃപ്തരാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ കണ്ണുനീരുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ടല്ലേ. ആ കഷ്ടതയോടുകൂടെ തന്നെ പ്രതിബന്ധങ്ങളിൽ എനിക്ക് തോന്നുന്നത് കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു കഷ്ടതയുടെ പാതയിൽ ഓരോ ക്രൈസ്തവ വിശ്വാസിയും മുന്നോട്ട് പോകണം. അതെ അതെ, ഇത് ക്രൂശിൻ്റെ കർത്താവ് പറഞ്ഞു ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദുഃഖവും മരണവും ഒക്കെ ഉണ്ട്, രോഗങ്ങളും. ഇതില്ല എങ്കിൽ ഇതൊരു സ്വർഗമാണ്. എന്നാൽ നമ്മൾ ഇങ്ങനെ അനേക കഷ്ടങ്ങളുടെ സുഖരാജ്യത്തിൽ കിടക്കണം. യഹൂദനെ സംബന്ധിച്ച് അവന് ദൈവത്തെ അനുസരിച്ചിരുന്നെങ്കിൽ ശത്രുക്കൾ അവനെ ആക്രമിക്കില്ല, മുൻമഴയും പിന്മഴയും കിട്ടും, അവന് സമൃദ്ധമായ ആഹാരം ഉണ്ടാകും, അവന് ലോകരാജ്യങ്ങളുടെ മധ്യത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാനത്തിലാകും. ഇങ്ങനെയുള്ള ഭൗമിക നന്മകളാണ് അവർക്ക് കൊടുത്തിരുന്നത്. ഇത് തമ്മിൽ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കരുത്. ഇസ്രയേൽ എന്ന് പറയുന്നത് വേറെ ഒരു എൻറ്റിറ്റി, സഭയെന്ന് പറയുന്നത് വേറെ ഒരു എൻറ്റിറ്റി. അപ്പോൾ ശരിക്കും ഈ ഇസ്രയേലിൻ്റെ ആ ബാക്കി ഇസ്രായേലിനോട് ഇടപെടേണ്ടതായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഭാവിയിൽ നടക്കാനിരിക്കുന്നതിന് വേണ്ടി ഇവരെ ഇങ്ങനെ ലോകത്തിലെല്ലാം ഊടാടി നടന്നാലൊക്കില്ല, അവരെ മടക്കി കൊണ്ടുവരണം. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, അവരുടെ യഥാസ്ഥാനം. 24-ാം വാക്യം ഒന്ന് വായിച്ചേ, അവിടെയും അയവില്ലെന്ന് പറയുന്നുണ്ട്. 24-ാം വാക്യം, ഞാൻ നിങ്ങളെ രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി ലോകരാജ്യങ്ങൾ. അതെ, സ്വർഗത്തിലെ ദൈവം മുന്നമേ കുറിച്ച് വെച്ചു. സ്വർഗത്തിലെ ദൈവം വെച്ച് നീട്ടിയത് ഈ മധ്യഭാഗമായിരുന്നു. ഇവിടമാ നിങ്ങളുടെ സ്വന്തം ദേശത്ത് തന്നെ ഞാൻ കൊണ്ടുവരും. എവിടെ നിന്ന് കൊണ്ടുവരും? ബൈബിള് സത്യമാണോ? ഞങ്ങളെ കേൾക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എവിടെ നിന്ന് കൊണ്ടുവരുന്നാ പറഞ്ഞു? രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിക്കും. ഇന്ത്യ കൊണ്ടുപോയോ? കൊണ്ടുപോയി. നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നല്ലോ അവര്. ഇന്ത്യ അവരെ ഇന്നിപ്പം 10 പേരേ ഉള്ളൂ ഇന്ത്യയിൽ. ഇസ്രായേലിലേക്ക് പോയി അവര്. ദൈവം എന്താ പറഞ്ഞു? അത് ഈ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് രേഖപ്പെടുത്തിയത് 3600 വർഷം മുമ്പ്. 3600 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിളിൽ ദൈവം രേഖപ്പെടുത്തിയത് 2600 വർഷം മുമ്പ്. 600 വർഷം മുമ്പ്, ക്രിസ്തുവിന് 600 വർഷം മുമ്പ് അവർ ബാബേൽ പ്രവാസത്തിൽ പോയി. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2600 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാറ്റമില്ലാത്ത വചനത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് 1948 അവർ രാജ്യമായത്. ഇന്ന് ഇസ്രായേലിൽ പാർക്കുന്നവർ എത്ര ദേശത്തുനിന്ന് വന്നാണെന്നറിയാം? 130 രാജ്യത്തുനിന്ന് വന്നവരാ. 130 രാജ്യങ്ങളിൽ കറങ്ങി നടന്ന അവരെ ദൈവം അവിടെ കൊണ്ടുവന്നു. ഫ്രം 130 കൺട്രീസ്, ഓവർ 130 കൺട്രീസ് ദൈവം അവരെ ശേഖരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം പറഞ്ഞതാണോ നടന്നത്? ലോക നേതാക്കന്മാർ പറഞ്ഞതാണോ നടന്നത്? മാനുഷികമായിട്ടുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ലോക നേതാക്കന്മാർ, ലോകരാഷ്ട്രങ്ങൾ പറയുന്നതേ നടക്കുകയുള്ളൂ. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ് ഇന്നത്തെ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെ ഒരു വലിയ വിജയപ്രമാണമാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഓഫർ ചെയ്ത ഈ 10-24 സ്ഥലങ്ങൾ എവിടെയെങ്കിലും ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം 2600 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവനുള്ള ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത, അവർക്ക് ഓഫർ ചെയ്ത ഭൂമിയുടെ മധ്യഭാഗത്ത് ഇസ്രായേലിനെ കൊണ്ട് പാർപ്പിച്ചു. അത് ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ബൈബിൾ സത്യമാണല്ലേ? വിശുദ്ധ ബൈബിളിലെ ശക്തവും വ്യക്തവുമായ പ്രവചന സത്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്നത്, ഇസ്രായേലിന് ഓഫർ ചെയ്തത് ഒരു സ്ഥലമാണ് അല്ലേ, വാഗ്ദത്ത ദേശമാണ്. ദൈവം ഓഫർ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സമാധാനം, ഞാൻ എൻ്റെ സന്തോഷം, ഞാൻ എൻ്റെ വചനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ആ തന്നേച്ചു പോകുന്നത് സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചാൽ വി വിൽ ബി ബ്ലെസ്ഡ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചോദ്യം വെസ്റ്റ് ബാങ്ക് ആണല്ലോ. അതെ. എന്താണിത്? ഇതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു നിർദ്ദേശം തരാമോ? ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് ഇന്ന് നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയുള്ള സ്ഥലമാണ്. അത് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശമാണ്.
പക്ഷേ അത് മറ്റ് ചിലർക്ക് വിട്ടുകൊടുക്കണമെന്നുള്ളതിൻ്റെ പേരും പിടിവാശിയും കൊണ്ട് അതിങ്ങനെ പ്രശ്നമുഖരിതമായിരിക്കുന്നൊരു വിഷയമായിട്ട് ഇന്ന് തീർന്നിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ, അതായത് ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള ആ പ്രദേശവും ആ പ്രദേശത്തിന് ഈ വിശുദ്ധ ബൈബിൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്. ദ മൗണ്ടൻസ് ഓഫ് ഇസ്രായേൽ എന്നാണ് അതിന് വിശുദ്ധ ബൈബിളിൽ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് പഠിക്കാനുള്ള നല്ല ആധികാരികമായ ഒരു പുസ്തകമാണ് ദ മൗണ്ടൻസ് ഓഫ് ഇസ്രായേൽ, ദ ബൈബിൾ ആൻഡ് ദ വെസ്റ്റ് ബാങ്ക്. അപ്പോൾ ബൈബിളിൽ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് പരാമർശനമുണ്ട്. അത് പഠിക്കുവാൻ സഹായകരമായ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ നോർമ പാരീഷ് ആഷ്പോൾഡ് എന്നുള്ളതായിരിക്കുന്ന വളരെ ഗൗരവതരമായ പഠനങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു മാന്യദേഹമാണ്. ഈ പുസ്തകത്തിൻ്റെ 60,000 കോപ്പികൾ ഇതിനകം വിറ്റഴിയപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകവും നെറ്റിൽ അവൈലബിൾ ആണ്. ഈ പുസ്തകം കരസ്ഥമാക്കുക. എന്താണ് ഈ വിഷയം എന്നുള്ളത് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലും ആ ഭൂപ്രദേശം ആരുടേതാണ്, അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതെല്ലാം പഠിക്കാൻ ഈ പുസ്തകത്തിൻ്റെ പാരായണം സഹായകരമായിരിക്കും.